ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠമായ ദ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. റീഡ് സെൽമ ലാഗർലോഫ് സ്പീച്ച് അഗെയിൻ ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഈ പാഠം ഒരു സ്പീച്ചാണ്. നോബൽ പ്രൈസ് അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് സെൽമ ലാഗർലോഫ് നടത്തിയ ഒരു പ്രസംഗമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം, അതിൻ്റെ ആൻസറും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി ബൈ ട്രെയിൻ? ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു നറേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ്? അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്രയുടെ പ്രാധാന്യം എന്താണ്? അത് എങ്ങനെയാണ് നറേറ്ററുടെ ചിന്തകളും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. The train journey is important because it represents both a physical trip to Stockholm and a significant moment in her life. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു ഫിസിക്കൽ ട്രിപ്പാണ് സ്റ്റോക്ക്ഹോമിലേക്കുള്ളത്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നോബൽ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഈ ഒരു സംഭവം. The peaceful train ride helps her reflect on her past experiences and the people who helped her along the way. അപ്പോൾ ഈ ഒരു യാത്രയിൽ കഴിഞ്ഞു പോയ തൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ സഹായിച്ച ആളുകൾ, ഈ ഒരു വലിയ ബഹുമതി നേടാൻ തന്നെ സഹായിച്ച ആളുകളെ ഓർക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ് to nature. Cite instance from the speech. അപ്പോൾ ഇവിടെ പ്രകൃതിയോടുള്ള ഇൻഡെപ്റ്റഡ്നെസ്, അതായത് പ്രകൃതിയോടുള്ള കടപ്പാട്, അത് എങ്ങനെയാണ് അവർ പറയുന്നത്? പ്രകൃതി എങ്ങനെയാണ് ഇവരെ ഇതിനെ സഹായിച്ചത്? അതിൻ്റെ ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The writer feels very grateful to nature for inspiring her. She mentions how animals, birds, trees and flowers have shared their secrets with her. അപ്പോൾ ഇവർ പറയുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇവരോട് പല രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് അതൊക്കെ അവർക്ക് കഥ എഴുതാൻ പ്രചോദനമായി പ്രകൃതിയിലെ ജീവജാലങ്ങൾ. എൻറിച്ചിങ് ഹർ സ്റ്റോറീസ് ആൻഡ് ഇമാജിനേഷൻ. ഇവരുടെ കഥകളും അതുപോലെ ഭാവനയ്ക്കും ഒക്കെ ഇത് വളരെയധികം പ്രകൃതി ഇവർക്ക് പ്രചോദനമായി. She talks about finding poetry in hard rocks and dark forests, showing how nature deeply influenced her writing. അപ്പോൾ ഈ പറയുന്ന ഹാർഡ് റോക്സ് അതുപോലെ ഫോറസ്റ്റ്, ഇതിലൊക്കെ സാഹിത്യത്തിന് ആവശ്യമായിട്ടുള്ള കഥകളും കവിതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രകൃതി വലിയൊരു പ്രചോദനമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹർ ഫാദർ ഹാഡ് എ പ്രൈം റോൾ ഇൻ ഷേപ്പിംഗ് സെൽമാസ് പേഴ്സണാലിറ്റി. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഇൻ ഷേപ്പിംഗ് ഹർ ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ വലിയൊരു എഴുത്തുകാരിയായി മാറാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഫാദറാണ്. അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് നേച്ചർ, പ്രകൃതി, ലിറ്ററേച്ചർ, സാഹിത്യം, ആർട്ട്, കല, ഹർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, കുടുംബക്കാരും അതുപോലെ സുഹൃത്തുക്കളും, അതുപോലെ ഹർ റീഡേഴ്സ്, തൻ്റെ വായനക്കാർ, ഇവരുടെയൊക്കെ പ്രാധാന്യമാണ്. അപ്പോൾ നമുക്കത് ഈ രീതിയിൽ എഴുതാം. നേച്ചർ ഇൻസ്പയർഡ് സെൽമ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി, ഹെൽപ്പിംഗ് ഹർ ക്രിയേറ്റ് റിച്ച് ആൻഡ് ഇമാജിനേറ്റീവ് സ്റ്റോറീസ്. അപ്പോൾ പ്രകൃതി, അതിൻ്റെ ഭംഗിയും അതുപോലെ അതിൻ്റെ മിസ്റ്ററി, നിഗൂഢത അല്ലേ, ഇത് അവർക്ക് തൻ്റെ കഥയും കവിതയും ഒക്കെ എഴുതാനുള്ള പ്രചോദനമായി മാറി. അപ്പോൾ കഥകൾ ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. ലിറ്ററേച്ചർ, സാഹിത്യം എങ്ങനെ സഹായിച്ചു? റീഡിംഗ് ഫെയറി ടെയിൽസ് ആൻഡ് ഹീറോയിക് സ്റ്റോറീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹർ ഫാദർ ഡെവലപ്ഡ് ഹർ ലവ് ഫോർ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഇംപ്രൂവ്ഡ് ഹർ റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ ചെറുപ്പത്തിൽ വായിച്ച അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ, ഫെയറി ടെയിൽസ്, അതുപോലെ തന്നെ
വീരകഥകൾ, ഹീറോയിക് സ്റ്റോറീസ്, ഇതെല്ലാം ഇവരുടെ എഴുത്തിൻ്റെ സ്റ്റൈലിനെയും കഥ പറയാനുള്ള താല്പര്യവുമൊക്കെ വർദ്ധിപ്പിച്ചു. എഴുത്തിൻ്റെ സ്റ്റൈലിനെ ഇത് സ്വാധീനിച്ചു. ഇനി കല, ആർട്ട്, മ്യൂസിക് ആൻഡ് സോങ്സ്, എസ്പെഷ്യലി ദോസ് പ്ലേഡ് ബൈ ഹർ ഫാദർ. അപ്പോൾ ഫാദർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇവരെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. എൻറിച്ച്ഡ് ഹർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ഹർ നറേറ്റീവ് സ്റ്റൈൽ. അപ്പോൾ ഈ കഥ പറയുന്ന രീതിയൊക്കെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്വാധീനമാണ് ഹർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സപ്പോർട്ട് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, എസ്പെഷ്യലി ഹർ ഫ്രണ്ട് എസൽഡ്, encouraged her to keep writing even when others doubted her. അപ്പോൾ ഏത് വ്യക്തിയുടെ വളർച്ചയുടെ സാഹചര്യത്തിലും ചില ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചില ആളുകൾ അതിനെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് എസൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എസൽഡ് അതുപോലെ തന്നെ ഫാമിലിയിലെ മറ്റ് അംഗങ്ങൾ, അവരുടെ സപ്പോർട്ട് ഇതിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു വലിയ എഴുത്തുകാരിയായി മാറാൻ. അതുപോലെ റീഡേഴ്സ്. അപ്പോൾ റീഡേഴ്സിനോടുള്ള കടപ്പാടും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹർ റീഡേഴ്സ് ഗേവ് ഹർ മോട്ടിവേഷൻ, അല്ലേ? അപ്പോൾ നല്ലൊരു പ്രചോദനം നൽകിയത് വായനക്കാരാണ്. വായനക്കാർ ഈ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു എഴുത്തുകാരിയാവും? അപ്പോൾ വായനക്കാരുടെ പങ്ക് ചെറുതല്ല. വായനക്കാർ അത് വായിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, അത് അപ്രീഷിയേറ്റ് ചെയ്തു. അതുപോലെ അതിന് നല്ലൊരു റൈറ്ററിന് നല്ലൊരു കോൺഫിഡൻസ് പകരാനും ഈ വായനക്കാർക്ക് കഴിഞ്ഞു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഹൗ ഡസ് സെൽമ എക്സ്പ്രസ് ഹർ ഗ്രാറ്റിറ്റ്യൂഡ്? തൻ്റെ നന്ദി എങ്ങനെയാണ് ഇവർ കാണിക്കുന്നത് അല്ലെ പ്രകടിപ്പിക്കുന്നത്? സെൽമ എക്സ്പ്രസസ് ഹർ ഗ്രാറ്റിറ്റ്യൂഡ് ബൈ അക്നോളജിങ് എവ്രി വൺ ഹു ഹെൽപ്ഡ് ആൻഡ് ഇൻസ്പയർഡ് ഹർ. അപ്പോൾ തന്നെ സഹായിച്ച എല്ലാ ആളുകളെയും അവർ ചെയ്ത സഹായം എടുത്തു പറയുന്നു. അതിൽ പെടുന്നതാണ് ഹർ ഫാദർ, നേച്ചർ, ഫ്രണ്ട്സ് ആൻഡ് റീഡേഴ്സ്. ഷീ താങ്ക്സ് ഈവൻ ഹർ ക്രിറ്റിക്സ് ഫോർ ഹെൽപ്പിംഗ് ഹർ ഇംപ്രൂവ്. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ തൻ്റെ വർക്കിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ ആളുകൾ, അവരും തന്നെ സഹായിച്ചു. കാരണം തനിക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു. വാട്ട് ഡു യു തിങ്ക് ദ സ്പീക്കർ മീൻസ് ബൈ സെയിങ് മൈ ബിഗസ്റ്റ് ഡെറ്റ് ഹാസ് നോട്ട് യെറ്റ് കം? എൻ്റെ ഏറ്റവും വലിയ കടം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്താണത്? Selma means that receiving the Nobel Prize is a huge honor and a responsibility. അപ്പോൾ ഈ നോബൽ സമ്മാനം എന്ന് പറയുന്നത് വലിയൊരു ബഹുമതിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്നാണ് ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വീഡിഷ് അക്കാഡമിയാണ്. ഷീ ഫീൽസ് ഷീ നൗ ഓവ്സ് എ ബിഗ് ഡെറ്റ് ടു സ്വീഡിഷ് അക്കാഡമി. അപ്പോൾ സ്വീഡിഷ് അക്കാഡമിയോട് വലിയ കടപ്പാടുണ്ട്. അവരാണ് സെൽമയെ ഈ ഒരു അവാർഡിനായിട്ട് തിരഞ്ഞെടുത്ത് പല ആളുകളുടെ പേരിൽ നിന്ന് സെൽമയെ തിരഞ്ഞെടുത്തത് സ്വീഡിഷ് അക്കാഡമിയാണ്. ആൻഡ് ദ വേൾഡ് ടു ലീവ് അപ്പ് ടു ദിസ് ന്യൂ റെക്കഗ്നിഷൻ. അപ്പോൾ ഇതിൽ ഈ ഒരു വലിയ ബഹുമതിക്ക് സ്വീഡിഷ് അക്കാഡമിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് സെൽമ പറയുകയാണ്. വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് സെൽമ ലാഗർലോഫ്സ് മെസ്സേജ് ടു ഹെർ ഓഡിയൻസ് ആൻഡ് ടു അസ്? അപ്പോൾ ഈ സെൽമ തൻ്റെ ഈ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടുള്ള ആളുകളോടും നമ്മളോടും പറയുന്ന കാര്യം എന്താണ്? നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? സെൽമാസ് മെസ്സേജ് ഈസ് അബൌട്ട് ബീങ് താങ്ക്ഫുൾ. അപ്പോൾ എല്ലാവരോടും നന്ദിയുള്ള ഒരു വ്യക്തിയായിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ആൻഡ് റെക്കഗ്നൈസിങ് ഹൗ മച്ച് അതേഴ്സ് കോൺട്രിബ്യൂട്ട് ടു അവർ സക്സസ്. അതുപോലെ നമ്മുടെ വിജയത്തിന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് ശരിയായ വിലയിരുത്തലുമാണ് നമ്മുടെ വിജയത്തിന് കാരണം എന്നുള്ള ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. ഷീ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അക്നോളജിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ദി സപ്പോർട്ട്. അതുപോലെ തന്നെ തനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സപ്പോർട്ടും ഇവർ കൃത്യമായി എടുത്തു പറയുന്നു, അല്ലെങ്കിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിൽ ഫാമിലി വരുന്നു, ഫ്രണ്ട്സ്, മെൻറ്റേഴ്സ്, നേച്ചർ ആൻഡ് ഈവൻ ക്രിറ്റിക്സ്, ഷോവിങ് ദാറ്റ് സക്സസ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം പ്രയത്നമല്ല, എല്ലാവരുടെയും കൂടിയുള്ള ഒരു സപ്പോർട്ടും പ്രയത്നമാണ്. അതൊരു കളക്റ്റീവ് എഫേർട്ടാണ് എന്നാണ് സെൽമ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.